ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു ബട്ടർ റൊട്ടി റെസിപ്പിയാണ്. ഭയങ്കര സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതിനായി ആദ്യം തന്നെ 250 ml കപ്പിൻ്റെ അളവിൽ 2.25 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ബൗളിലേക്ക്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയിൽ ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തിട്ടെടുക്കാം. ഇത് പക്ഷേ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നതും പെർഫെക്റ്റ് ആയിട്ടുള്ളതും മൈദയിലാണ്. ഇനി ഞാനിവിടെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റോ ഡ്രൈ ഈസ്റ്റോ ഏതായിരുന്നാലും കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. ഇതേ സ്പൂൺ അളവിൽ തന്നെ 1.5 സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ആക്റ്റീവായിട്ട് വരാനായിട്ട് ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടെന്ന് പറയുമ്പോൾ നല്ല ചൂടുള്ള പാലല്ല, ഒരു ലൈറ്റ് ആയിട്ടുള്ള ചൂടുള്ള പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ആക്റ്റീവ് ആവാനായിട്ട് 1-2 മിനിറ്റ് നേരം മാത്രം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ചൂടുള്ളതായതുകൊണ്ട് പെട്ടെന്ന് ആക്റ്റീവ് ആവും. ഇനി അടുത്തതായിട്ട് ഒരു ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് വേവിച്ചെടുത്തത് ഇവിടെ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കൊരു ഫോർക്ക് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി അതിലേക്ക് ബട്ടർ ഉരുക്കിയത് 2 ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ടയായിട്ടുള്ള ബട്ടർ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ചൂടുള്ള ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അലിഞ്ഞു വരും. ഇതുപോലെ ഒന്ന് ബട്ടറിൻ്റെ മുകളിലേക്കായിട്ട് ഈ ഒരു ഉരുളക്കിഴങ്ങ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി മൊത്തത്തിലൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ബട്ടർ ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ഈസ്റ്റ് പാലും ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നേരത്തെ ബൗളിൽ ഇട്ട് വെച്ചിരുന്ന ആ ഒരു മൈദയിലേക്ക് ഇത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഉടച്ചു വെച്ചിരുന്ന ആ ഒരു ബട്ടറും കിഴങ്ങും കൂടെയുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഇതിലുള്ള ആ ഒരു നനവ് പോരാതെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇളം ചൂടുള്ള പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ല കട്ടിയായിട്ടുള്ള പാലാണ് 1/4 കപ്പ് അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്നുകൂടി കുഴച്ച് നോക്കാം. പോരാതെ വരുമ്പോൾ ഒന്നുകൂടെ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി കുഴച്ചിട്ടെടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ റൊട്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുഴച്ചിട്ടെടുക്കുന്ന പോലെ ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാം. നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊക്കെ തടവിയിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചിട്ടെടുക്കാവുന്നതാണ്. നമുക്ക് ബൗളിൽ തന്നെ വെച്ച് കുഴച്ചെടുക്കണമെന്നൊന്നുമില്ല. ബോർഡിലേക്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പരന്ന ഏതെങ്കിലും പാത്രത്തിൽ വെച്ചിട്ടോ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള എളുപ്പത്തിലുള്ള രീതിയിൽ കുഴച്ചിട്ടെടുക്കാവുന്നതാണ്. ഇതുപോലെ കുഴച്ച് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവിയിട്ട് ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഒരു ബോൾ ഷേപ്പിലാക്കി മാറ്റുന്നുണ്ട്. എല്ലാം ഇതേപോലെ തന്നെ ഈ ഒരു വലിപ്പത്തിലാണ് ചെയ്തിട്ടെടുക്കുന്നത്. നന്നായി ചെറുതാവണ്ട, കുറച്ച് കട്ടിയിലാണ് നമുക്ക് ഈ ഒരു റൊട്ടി തയ്യാറാക്കി എടുക്കാനുള്ളത്. അതുകൊണ്ട് കുറച്ച് വലിപ്പത്തിലുള്ള ബോൾ ഷേപ്പിലാണ് ഈ മാവ് റെഡിയാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബോർഡിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മൈദപ്പൊടി. എന്നിട്ട് ഇതിലേക്ക് ഈ ഒരു മാവ് വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലേക്കും കൂടി കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നന്നായി നൈസായിട്ട് പരത്തിയെടുക്കരുത്. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ബലം പ്രയോഗിച്ചും പരത്തിയെടുക്കരുത്. ഭയങ്കര സിമ്പിളായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. കുറച്ച് കട്ടി വേണം ഈ ഒരു മാവിന്. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പരുവം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഇതേപോലെ തന്നെ എല്ലാം പരത്തി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ ഒരു പാനിൽ ഒട്ടും തന്നെ നെയ്യോ ഓയിലോ ബട്ടറോ ഒന്നും തടവാതെ തന്നെ ഇതുപോലെ മാവിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വന്നപ്പോൾ, അതായത് നമ്മളിത് നല്ല പോലെ ചൂടായതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട്. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കേണ്ട, നല്ലപോലെ വേവാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരേ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. എല്ലാം ഒരേപോലെ കിട്ടാൻ ആ ഒരു ഫ്ലെയിമിൽ വെച്ചാൽ നന്നായിരിക്കും. ഇപ്പോൾ ദാ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഓരോന്നോരോന്നായി ഞാൻ ചുട്ട് മാറ്റുന്നുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു അടിപൊളി റൊട്ടി റെഡിയായി കിട്ടി. ഇനി അടുത്തതായിട്ട് ഒന്നുകൂടി ഞാൻ ചുട്ട് കാണിക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു മാവ് ഇട്ട് കൊടുത്തു. ഇത് നല്ല പോലെ ചൂടായി മേളിൽ ആവിയൊക്കെ വരുന്ന ആ ഒരു സമയമാകുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു 10-15 സെക്കൻഡ് ആകുമ്പോൾ തന്നെ അത് പൊള്ളി വരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ നന്നായിട്ട് പൊള്ളി വരും. ഇപ്പോൾ ദാ ഇതും നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു മാറ്റാവുന്നതാണ്. ഇതുപോലെ തന്നെ എല്ലാം ചുട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞ് പോലെ ഒരു അടിപൊളി വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കിട്ടി. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇറച്ചിക്കറിയുടെ കൂടെയോ കടലക്കറിയുടെ കൂടെയോ
മുട്ടക്കറിയുടെ കൂടെയോ അങ്ങനെ മറ്റെന്ത് കറികളുടെ കൂടെ വേണമെങ്കിലും ഇത് ചേരുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.